നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള ജീവിതത്തിൽ നടക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. കാരണം എൻ്റെ ലൈഫിലും ഇതേപോലെയുള്ള പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോഴാണ് ലോ ഓഫ് വൈബ്രേഷൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് കാര്യം മനസ്സിലാക്കിയത്. ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സമാന ചിന്താഗതിക്കാരും സമാന ആഗ്രഹങ്ങളുള്ള വ്യക്തികളായിരിക്കും നമ്മുടെ ചുറ്റും ഉണ്ടാവുക. അതായത് നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മുടെ ചുറ്റും നെഗറ്റിവിറ്റി നൽകുന്ന വ്യക്തികളായിരിക്കും. നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളെ ചുറ്റും പോസിറ്റിവിറ്റി തരുന്ന വ്യക്തികളായിരിക്കും നമ്മൾ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്കൊരു സ്വപ്നമുണ്ടെങ്കിൽ ആ സ്വപ്നം നമുക്ക് മാത്രമല്ല ഉണ്ടാവുക, അത് വേറൊരു വ്യക്തിക്കും ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹം നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾക്കും ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ കണക്റ്റ് ആയത്. ചിലപ്പോൾ ആ വ്യക്തി മറ്റൊരു വ്യക്തി നമ്മളെക്കാളും തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും അതിനനുസരിച്ചുള്ള പ്ലാനിങ് വെക്കുകയും അതിൽ വർക്കൗട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് നടക്കുന്നത്. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ആഗ്രഹമായിട്ട് മനസ്സിൽ ഒരു പകൽക്കീനമായിട്ട് മാത്രം കണ്ടുകൊണ്ടിരിക്കും. എന്നാൽ അവർ അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അത് മാനിഫെസ്റ്റ് ആകുന്നത്. യൂണിവേഴ്സ് നമ്മളിൽ നിന്ന് നോക്കുന്നത് നമ്മൾ എന്താണ് അതിന് വേണ്ടി ചെയ്യുന്നത്. അതായത് നമ്മൾ വെറും വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാതെ വെറും വിഷ്വലൈസേഷൻ മാത്രം ചെയ്തു കഴിഞ്ഞാൽ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കുകയില്ല. കാരണം യൂട്യൂബിൽ ഇതേപോലെ തന്നെ വീഡിയോസ് പലരും ഇടാറുണ്ട്. എന്നാൽ അവരെല്ലാം തന്നെ യൂട്യൂബ് വീഡിയോസ് ഇട്ടിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുക. ഒരു റൂമിൽ ഇരുന്നിട്ട് കുറച്ച് അഫർമേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പണം ഒരിക്കലും നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യില്ല. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ മുൻപുള്ള നിരവധി വീഡിയോസിലും പറഞ്ഞത്. പിന്നെ രണ്ടാമതായുള്ള കാര്യം നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ്. അതായത് നല്ലൊരു ഇന്നോവേറ്റീവായിട്ടുള്ള ആശയം നമ്മളെ മനസ്സിലുണ്ടാവും. എന്നാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ആശയം എന്ന രീതിയിൽ നിൽക്കും. എന്നാൽ യൂണിവേഴ്സ് ഒരു ഇൻഡ്യൂറ്റീവ് തലത്തിൽ, അതായത് ഒരു ഇൻഡ്യൂഷൻ എന്ന് പറയില്ല, ഒരു തോന്നൽ എന്ന രീതിയിൽ നമ്മളിലേക്ക് ഒരു ആശയം എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അത് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. ചിലപ്പോൾ അത് പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് എഴുതി വെക്കുന്നതായിരിക്കാം, ചിലപ്പോൾ അതിനെക്കുറിച്ച് നിരന്തരമായി ചിന്തിക്കുന്നതായിരിക്കാം. അതായത് വെറും ഒരു ആശയമായിരിക്കാം. ആ ആശയത്തെ നമ്മൾ വികസിപ്പിച്ചിട്ട് അതൊരു സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ആശയം ഉപയോഗിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കും. ചിലപ്പോൾ അതൊരു ബിസിനസ് ആശയമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു നിർമ്മിക്കുന്ന കാര്യമായിരിക്കാം. അങ്ങനെ എന്തുമാവട്ടെ, എൻ്റെ ലൈഫിൽ ഈ ഒരു കാര്യം നടന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ഇന്നോവേറ്റീവ് ആശയമായിരിക്കാം. അതായത് നമ്മൾ ചിന്തിക്കും ഈ ഒരു ഇന്നോവേറ്റീവ് ആശയം നടപ്പിലാക്കണം, പക്ഷേ നമ്മളൊന്നും തന്നെ ചെയ്യില്ല. അതൊന്ന് സെർച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്ന് എഴുതുകയോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കണക്ട് ചെയ്യാനോ ഒന്നും തന്നെ നമ്മൾ ശ്രമിക്കുകയില്ല. നമ്മൾ ആ ആശയത്തെ നമുക്ക് കിട്ടി, അത് ഭയങ്കര ഇന്നോവേറ്റീവ് ആശയം എന്ന രീതിയിൽ നമ്മൾ മനസ്സിൽ വയ്ക്കും. എന്നാൽ മറ്റുള്ളവരാവട്ടെ അതിൽ വർക്കൗട്ട് ചെയ്യും. അതായത് ഒരു ആശയം കിട്ടിക്കഴിഞ്ഞാൽ അതിനെങ്ങനെ നടപ്പിലാക്കാം, അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഗൂഗിൾ ചെയ്യുകയും അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതിനനുസരിച്ച് വ്യക്തികളുമായിട്ട് അവർ കൃത്യമായ രീതിയിൽ ഡിസ്കഷൻ ചെയ്യുകയും ആ കാര്യങ്ങൾ ആ വ്യക്തി നടപ്പിലാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് നടക്കാതെയും മറ്റുള്ളവർക്ക് നടപ്പിലാകുന്നതും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലോ ഓഫ് വൈബ്രേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു മാഗ്നറ്റിക്, അതായത് നമ്മൾ ബയോ മാഗ്നറ്റിക് ആണ്. നമ്മളെ ആ ഒരു ബയോ മാഗ്നറ്റിക് ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് അത് നമുക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 2 മാഗ്നറ്റ് ഉണ്ടെന്ന് കരുതാം. ഒരു മാഗ്നറ്റിന് മാഗ്നറ്റിക് ഫീൽഡ് കുറവാണ്, എന്നാൽ രണ്ടാമത്തെ മാഗ്നറ്റിനാകട്ടെ മാഗ്നറ്റിക് ഫീൽഡ് കൂടുതലാണെങ്കിൽ ആ മാഗ്നറ്റ് ചുറ്റും വലിയ കാര്യങ്ങളുണ്ടെങ്കിൽ പോലും അത് അട്രാക്റ്റ് ചെയ്യും. എന്നാൽ ചെറിയ മാഗ്നറ്റിക് ഫീൽഡിലെ വസ്തുക്കളാവട്ടെ അത് ചെറിയ കാര്യങ്ങളെ മാത്രമേ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതൊരു സയൻറ്റിഫിക്കായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഞാനിവിടെ പറഞ്ഞു വന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഏതൊരു ആശയമായാലും എന്തു തന്നെയായാലും അതിൽ തീവ്രമായി വിശ്വസിക്കുകയും അതിന് വേണ്ടിയുള്ള പദ്ധതികൾ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ കൃത്യമായ രീതിയിൽ ചെയ്താൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പിലാകുകയുള്ളൂ. ഇല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവർ അത് നേടിയെടുക്കും. നമ്മളതിൽ വേണമെങ്കിൽ വിഷമിക്കുകയോ അല്ലെങ്കിൽ അസൂയോ പൂണ്ടോ നമുക്ക് നിൽക്കാം. അല്ലാതെ നമ്മൾ മാനസികമായും നമ്മുടെ ഭൗതിക തലത്തിലും അല്ലെങ്കിൽ നമ്മളെ ഫിസിക്കൽ തലത്തിലും നമ്മൾ വർക്ക് ചെയ്യാൻ, അതായത് ഏതൊരു കാര്യമാവട്ടെ, അത് ജോലി കിട്ടുന്ന കാര്യത്തിലാവട്ടെ, അത് വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിലാവട്ടെ, എന്തിലും നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യം 100% നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ സംശയങ്ങൾ പൂർണ്ണമായും മാറി എന്ന് കരുതുന്നു. നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അംഗമാകാൻ വേണ്ടിയിട്ട് താഴെ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയിലേക്കും നന്മയും സമ്പത്തും ആരോഗ്യ സൗകര്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.